ഹായ് ഫ്രണ്ട്സ്, PSC പ്രിലിമിനറി കോഴ്സിലെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് PSC പരീക്ഷയിലെ വ്യോമഗതാഗതത്തെക്കുറിച്ചാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ച വർഷം ഏതാണ്? ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ച വർഷം ഏതാണ്? 1911. 1911 ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി എയർമെയിൽ ആരംഭിച്ച വർഷമാണ് 1911. ഇന്ത്യയിൽ ആദ്യമായി എയർമെയിൽ ആരംഭിച്ച വർഷമാണ് 1911. കോഡ് ഇങ്ങനെയാണ്: വ്യോമ എയർമെയിൽ 911. വ്യോമ എയർമെയിൽ 911. ഇന്ത്യയിലേക്ക് ആദ്യമായി സർവീസ് നടത്തിയ വിമാന കമ്പനിയാണ് ഇംപീരിയൽ എയർവേസ്. ഇന്ത്യയിലേക്ക് ആദ്യമായി സർവീസ് നടത്തിയ വിമാന കമ്പനിയാണ് ഇംപീരിയൽ എയർവേസ്. 1927 ഇംപീരിയൽ എയർവേസ് സർവീസ് നടത്തിയത്. കെയ്റോ മുതൽ ഡൽഹി വരെയായിരുന്നു ആദ്യ സർവീസ്. ലോകത്തിലെ ആദ്യത്തെ ദേശീയ വിമാന കമ്പനിയാണ് ഇംപീരിയൽ എയർവേസ്. ലോകത്തിലെ ആദ്യത്തെ ദേശീയ വിമാന കമ്പനിയാണ് ഇംപീരിയൽ എയർവേസ്. ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര സർവീസ് നടത്തിയ കമ്പനിയാണ് ഇംപീരിയൽ എയർവേസ്. കറാച്ചി മുതൽ ഡൽഹി വരെയാണ് സർവീസ് നടത്തിയത്. കോഡ് ഇങ്ങനെയാണ്: ദേശീയ വിമാന കമ്പനിയായ ഇംപീരിയലിൻ്റെ 927 ആദ്യ ഇന്ത്യൻ സർവീസ്. ദേശീയ വിമാന കമ്പനിയായ ഇംപീരിയലിൻ്റെ 927 ആദ്യ ഇന്ത്യൻ സർവീസ്. ഇന്ത്യൻ വ്യോമയാന മേഖല ദേശസാൽക്കരിച്ച വർഷം ഏതാണ്? ഇന്ത്യൻ വ്യോമയാന മേഖല ദേശസാൽക്കരിച്ച വർഷം ഏതാണ്? 1953 ഓഗസ്റ്റ് 1. 1953 ഓഗസ്റ്റ് 1 ഇന്ത്യൻ വ്യോമയാന മേഖല ദേശസാൽക്കരിച്ചത്. കോഡ് ഇങ്ങനെയാണ്: 953 വ്യോമദേശസാൽക്കരണം. 953 വ്യോമദേശസാൽക്കരണം. എയർ ഇന്ത്യ ഇന്റർനാഷണൽ ലിമിറ്റഡ് നിലവിൽ വന്നത് എന്നാണ്? എയർ ഇന്ത്യ ഇന്റർനാഷണൽ ലിമിറ്റഡ് നിലവിൽ വന്നത് എന്നാണ്? 1948 മാർച്ച് 8. 1948 മാർച്ച് 8 എയർ ഇന്ത്യ ഇന്റർനാഷണൽ ലിമിറ്റഡ് നിലവിൽ വന്നത്. പഠിക്കാനുള്ള കോഡാണ് 948 ദേശീയ വിമാനമായ എയർ ഇന്ത്യ. 948 ദേശീയ വിമാനമായ എയർ ഇന്ത്യ. എയർ ഇന്ത്യയുടെ ആദ്യ ആസ്ഥാനം മുംബൈയും നിലവിലെ ആസ്ഥാനം ഡൽഹിയുമാണ്. എയർ ഇന്ത്യയുടെ ആദ്യ ആസ്ഥാനം മുംബൈയും നിലവിലെ ആസ്ഥാനം ഡൽഹിയുമാണ്. ഇന്ത്യയുടെ ദേശീയ വിമാന കമ്പനികളാണ് ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യയും. ഇന്ത്യയുടെ ദേശീയ വിമാന കമ്പനികളാണ് ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യയും. എയർ ഇന്ത്യയുടെ ആദ്യത്തെ അന്താരാഷ്ട്ര സർവീസ് ബോംബെ മുതൽ ലണ്ടൻ വരെയാണ്. എയർ ഇന്ത്യയുടെ ആദ്യത്തെ അന്താരാഷ്ട്ര സർവീസ് ബോംബെ മുതൽ ലണ്ടൻ വരെയാണ്. 2007 ഓഗസ്റ്റ് 1 എയർ ഇന്ത്യയും ഇന്ത്യനും, അതായത് ഇന്ത്യൻ എയർലൈൻസും കൂടിച്ചേർന്ന് നാഷണൽ ഏവിയേഷൻ കമ്പനി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആയി മാറി. 2007 ഓഗസ്റ്റ് 1 എയർ ഇന്ത്യയും ഇന്ത്യനും കൂടിച്ചേർന്ന് നാഷണൽ ഏവിയേഷൻ കമ്പനി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആയി മാറി. കോഡ് ഇങ്ങനെയാണ്: 2007 നാസിൽ. 2007 നാസിൽ. നാഷണൽ ഏവിയേഷൻ കമ്പനിയുടെ ബ്രാൻഡ് നെയിമാണ് എയർ ഇന്ത്യ. നാഷണൽ ഏവിയേഷൻ കമ്പനിയുടെ ബ്രാൻഡ് നെയിമാണ് എയർ ഇന്ത്യ. കോഡ് ഇങ്ങനെയാണ്: എയർ ഇന്ത്യ നാസിൽ ബ്രാൻഡ്. എയർ ഇന്ത്യ നാസിൽ ബ്രാൻഡ്. നാസിലിൻ്റെ ആദ്യ സർവീസ് മുംബൈ മുതൽ ന്യൂയോർക്ക് വരെയാണ്. നാസിലിൻ്റെ ആദ്യ സർവീസ് മുംബൈ മുതൽ ന്യൂയോർക്ക് വരെയാണ്. നാഷണൽ ഏവിയേഷൻ കമ്പനിയുടെ ഔദ്യോഗിക ചിഹ്നമാണ് കൊണാർക്കിലെ ചക്രം ആലേഖനം ചെയ്തു പറക്കുന്ന അരയന്നം. നാഷണൽ ഏവിയേഷൻ കമ്പനിയുടെ ഔദ്യോഗിക ചിഹ്നമാണ് കൊണാർക്കിലെ ചക്രം ആലേഖനം ചെയ്തു പറക്കുന്ന അരയന്നം. കോഡ് ഇങ്ങനെയാണ്: നാസിലിൻ്റെ കൊണാർക്കിലെ ചക്ര അരയന്നം. നാസിലിൻ്റെ കൊണാർക്കിലെ ചക്ര അരയന്നം. എയർ ഇന്ത്യയുടെ പഴയ ചിഹ്നമാണ് മഹാരാജ. എയർ ഇന്ത്യയുടെ പഴയ ചിഹ്നമാണ് മഹാരാജ. കോഡ് ഇങ്ങനെയാണ്: പഴയ മഹാരാജ എയർ ഇന്ത്യ ചിഹ്നം. പഴയ മഹാരാജ എയർ ഇന്ത്യ ചിഹ്നം. നാഷണൽ ഏവിയേഷൻ കമ്പനിയുടെ രജിസ്ട്രേഡ് ഓഫീസ് ന്യൂഡൽഹിയിലും കോർപ്പറേറ്റ് ആസ്ഥാനം മുംബൈയിലും സ്ഥിതി ചെയ്യുന്നു. നാഷണൽ ഏവിയേഷൻ കമ്പനിയുടെ രജിസ്ട്രേഡ് ഓഫീസ് ന്യൂഡൽഹിയിലും കോർപ്പറേറ്റ് ആസ്ഥാനം മുംബൈയിലും സ്ഥിതി ചെയ്യുന്നു. കോഡ് ഇങ്ങനെയാണ്: നാസിലിൻ്റെ ഡൽഹി രജിസ്ട്രേഡ് ഓഫീസും മുംബൈ ആസ്ഥാനവും. നാസിലിൻ്റെ ഡൽഹി രജിസ്ട്രേഡ് ഓഫീസും മുംബൈ ആസ്ഥാനവും. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? JRD ടാറ്റ. JRD ടാറ്റയാണ് പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ. ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവാണ് JRD ടാറ്റ. ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവാണ് JRD ടാറ്റ. ഇന്ത്യയിലെ ആദ്യ വിമാന കമ്പനിയാണ് ടാറ്റ എയർലൈൻസ്. ഇന്ത്യയിലെ ആദ്യത്തെ വിമാന കമ്പനിയാണ് ടാറ്റ എയർലൈൻസ്.
ടാറ്റ എയർലൈൻസ് സ്ഥാപിച്ച വ്യക്തിയാണ് JRD ടാറ്റ. ടാറ്റ എയർലൈൻസ് സ്ഥാപിച്ച വ്യക്തിയാണ് JRD ടാറ്റ. ടാറ്റ എയർലൈൻസിന്റെ ആദ്യത്തെ സർവീസ് കറാച്ചി മുതൽ ചെന്നൈ വരെ. ടാറ്റ എയർലൈൻസിന്റെ ആദ്യത്തെ സർവീസ് കറാച്ചി മുതൽ ചെന്നൈ വരെ. ആദ്യ സർവീസിൽ വിമാനം പറത്തിയ പൈലറ്റാണ് JRD ടാറ്റ. ആദ്യ സർവീസിൽ വിമാനം പറത്തിയ പൈലറ്റാണ് JRD ടാറ്റ. ടാറ്റ എയർലൈൻസിന്റെ പേര് 1946 എയർ ഇന്ത്യ എന്നാക്കി മാറ്റി. ടാറ്റ എയർലൈൻസിന്റെ പേര് 1946 എയർ ഇന്ത്യ എന്നാക്കി മാറ്റി. എയർ ഇന്ത്യ ലിമിറ്റഡിന്റെ ആദ്യ ചെയർമാനാണ് JRD ടാറ്റ. എയർ ഇന്ത്യ ലിമിറ്റഡിന്റെ ആദ്യ ചെയർമാനാണ് JRD ടാറ്റ. പഠിക്കാനുള്ള കോഡാണ് വ്യോമപിതാവായ JRD ടാറ്റ ടാറ്റ എയർലൈൻസിന്റെ ആദ്യ പൈലറ്റും എയർ ഇന്ത്യയുടെ ആദ്യ ചെയർമാനും. വ്യോമപിതാവായ JRD ടാറ്റ ടാറ്റ എയർലൈൻസിന്റെ ആദ്യ പൈലറ്റും എയർ ഇന്ത്യയുടെ ആദ്യ ചെയർമാനും. ദേശീയാടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയ ആദ്യ സ്വകാര്യ വിമാന കമ്പനി ഏതാണ്? ദേശീയാടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയ ആദ്യ സ്വകാര്യ വിമാന കമ്പനി ഏതാണ്? ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ആണ് ദേശീയാടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയ ആദ്യ സ്വകാര്യ വിമാന കമ്പനി. കോഡ് ഇങ്ങനെയാണ്: ആദ്യ സ്വകാര്യ E-Way എയർലൈൻസ്. ആദ്യ സ്വകാര്യ E-Way എയർലൈൻസ്. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് രൂപീകരിക്കാൻ കാരണമായ ഇന്ത്യ ഗവൺമെന്റിന്റെ നയമാണ് ഓപ്പൺ സ്കൈസ്. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് രൂപീകരിക്കാൻ കാരണമായ ഇന്ത്യ ഗവൺമെന്റിന്റെ നയമാണ് ഓപ്പൺ സ്കൈസ്. ഓപ്പൺ സ്കൈസ് നയം നിലവിൽ വന്ന വർഷമാണ് 1990. കോഡ് ഇങ്ങനെയാണ്: 1990 ഓപ്പൺ സ്കൈസ് നയത്തിന്റെ സ്വകാര്യ E-Way എയർലൈൻസ്. 1990 ഓപ്പൺ സ്കൈസ് നയത്തിന്റെ സ്വകാര്യ E-Way എയർലൈൻസ്. ഇന്ത്യൻ എയർലൈൻസ് നിലവിൽ വരാൻ കാരണമായ ആക്ട് ഏതാണ്? ഇന്ത്യൻ എയർലൈൻസ് നിലവിൽ വരാൻ കാരണമായ ആക്ട് ഏതാണ്? എയർ കോർപ്പറേഷൻസ് ആക്ട്. 1953 എയർ കോർപ്പറേഷൻസ് ആക്ട് ആണ് ഇന്ത്യൻ എയർലൈൻസ് നിലവിൽ വരാൻ കാരണമായ ആക്ട്. ഇന്ത്യൻ എയർലൈൻസ് നിലവിൽ വന്ന വർഷമാണ് 1953 ഓഗസ്റ്റ് 1. ഇന്ത്യൻ എയർലൈൻസ് നിലവിൽ വന്ന വർഷമാണ് 1953 ഓഗസ്റ്റ് 1. ആസ്ഥാനം കൊച്ചി. ആസ്ഥാനം കൊച്ചി. ഇന്ത്യൻ എയർലൈൻസിന്റെ അനുബന്ധ സ്ഥാപനമാണ് അലയൻസ് എയർ. ഇന്ത്യൻ എയർലൈൻസിന്റെ അനുബന്ധ സ്ഥാപനമാണ് അലയൻസ് എയർ. ഇന്ത്യൻ എയർലൈൻസിന്റെ ഇപ്പോഴത്തെ പേരാണ് ഇന്ത്യൻ. ഇന്ത്യൻ എയർലൈൻസിന്റെ ഇപ്പോഴത്തെ പേരാണ് ഇന്ത്യൻ. കോഡ് ഇങ്ങനെയാണ്: കൊച്ചി ആസ്ഥാനമായ ഇന്ത്യൻ 1953 എയർ കോർപ്പറേഷൻ ആക്ടിലൂടെ തുടങ്ങി. കൊച്ചി ആസ്ഥാനമായ ഇന്ത്യൻ 1953 എയർ കോർപ്പറേഷൻ ആക്ടിലൂടെ തുടങ്ങി. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? രാജീവ് ഗാന്ധി ഭവൻ. ന്യൂഡൽഹിയിലെ രാജീവ് ഗാന്ധി ഭവനാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകൃതമായ വർഷമാണ് 1995 ഏപ്രിൽ 1. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകൃതമായ വർഷമാണ് 1995 ഏപ്രിൽ 1. ഇത് പഠിക്കാനുള്ള കോഡാണ് 1995 ന്യൂഡൽഹിയിലെ രാജീവ് ഗാന്ധി ഭവൻ. 1995 ന്യൂഡൽഹിയിലെ രാജീവ് ഗാന്ധി ഭവൻ. പ്രധാനപ്പെട്ട കൺഫ്യൂസിംഗ് ഫാക്റ്റുകളാണ് ഇനി പറയാൻ പോകുന്നത്. ഇന്ത്യയിൽ അന്തർദേശീയ വിമാനത്താവളങ്ങളുടെ മേൽനോട്ടം വഹിക്കാൻ രൂപീകരിച്ച സ്ഥാപനമാണ് ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ അന്തർദേശീയ വിമാനത്താവളങ്ങളുടെ മേൽനോട്ടം വഹിക്കാൻ രൂപീകരിച്ച സ്ഥാപനമാണ് ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. ആഭ്യന്തര വിമാനത്താവളങ്ങളുടെ നിയന്ത്രണത്തിനായി രൂപീകരിച്ച സ്ഥാപനമാണ് നാഷണൽ എയർപോർട്ട് അതോറിറ്റി. ആഭ്യന്തര വിമാനത്താവളങ്ങളുടെ നിയന്ത്രണത്തിനായി രൂപീകരിച്ച സ്ഥാപനമാണ് നാഷണൽ എയർപോർട്ട് അതോറിറ്റി. ഒന്നുകൂടി പറയാം: ഇന്റർനാഷണൽ എയർപോർട്ടുകളുടെ മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനം ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും നാഷണൽ എയർപോർട്ടുകളുടെ ചുമതല വഹിക്കുന്നത് നാഷണൽ എയർപോർട്ട് അതോറിറ്റിയുമാണ്. ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും നാഷണൽ എയർപോർട്ട് അതോറിറ്റിയും യോജിച്ച് രൂപീകൃതമായ സ്ഥാപനമാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും നാഷണൽ എയർപോർട്ട് അതോറിറ്റിയും യോജിച്ച് രൂപീകൃതമായ സ്ഥാപനമാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും ISROയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത നാവിഗേഷൻ സിസ്റ്റം ഏതാണ്? എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും ISROയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത നാവിഗേഷൻ സിസ്റ്റം ഏതാണ്? ഗഗൻ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും ISROയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത നാവിഗേഷൻ സിസ്റ്റമാണ് ഗഗൻ. കോഡ് ഇങ്ങനെയാണ്: ISROയുടെ ഗഗൻ നാവിഗേഷൻ.
ISROയുടെ ഗഗൻ നാവിഗേഷൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ എയർലൈൻസ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ എയർലൈൻസ് ഏതാണ്? ജെറ്റ് എയർവൈസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ എയർലൈൻസ് ആണ് ജെറ്റ് എയർവൈസ്. ജെറ്റ് എയർവൈസ് രൂപീകരിച്ച വർഷമാണ് 1993. ജെറ്റ് എയർവൈസ് രൂപീകരിച്ച വർഷമാണ് 1993. കോഡ് ഇങ്ങനെയാണ്: 993 സ്വകാര്യ ജെറ്റ് എയർവൈസ്. 993 സ്വകാര്യ ജെറ്റ് എയർവൈസ്. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ജെറ്റ് വിമാന സർവീസ് എയർ ഇന്ത്യ തുടങ്ങിയ വർഷമാണ് 1960 ഫെബ്രുവരി 21. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ജെറ്റ് വിമാന സർവീസ് എയർ ഇന്ത്യ തുടങ്ങിയ വർഷമാണ് 1960 ഫെബ്രുവരി 21. ഏത് രാജ്യത്തേക്കായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ജെറ്റ് വിമാന സർവീസ് നടത്തിയത്? ഏത് രാജ്യത്തേക്കായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ജെറ്റ് വിമാന സർവീസ് നടത്തിയത്? അമേരിക്ക. അമേരിക്കയിലേക്കായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ജെറ്റ് വിമാന സർവീസ് നടത്തിയത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളാണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. വീർ സാവർക്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് പോർട്ട് ബ്ലെയറിലാണ്. അത് പഠിക്കാനുള്ള കോഡാണ് VS പോർട്ട് ബ്ലെയർ. VS പോർട്ട് ബ്ലെയർ. സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലെ ഡംഡമിലാണ്. അത് പഠിക്കാനുള്ള കോഡാണ് ബംഗാളിലെ സുഭാഷിന്റെ ഡംഡം എയർപോർട്ട്. ബംഗാളിലെ സുഭാഷിന്റെ ഡംഡം എയർപോർട്ട്. ജവഹർലാൽ നെഹ്റു എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. കോഡ് ഇങ്ങനെയാണ്: നെഹ്റു മുംബൈ എയർപോർട്ട്. നെഹ്റു മുംബൈ എയർപോർട്ട്. ഇന്ദിരാഗാന്ധി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. കോഡ് ഇങ്ങനെയാണ്: ഡൽഹി ഇന്ദിര എയർപോർട്ട്. ഡൽഹി ഇന്ദിര എയർപോർട്ട്. കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. പഠിക്കാനുള്ള കോഡാണ് കെമ്പഗൌഡ ബാംഗ്ലൂർ എയർപോർട്ട്. കെമ്പഗൌഡ ബാംഗ്ലൂർ എയർപോർട്ട്. രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. അത് പഠിക്കാനുള്ള കോഡാണ് രാജീവ് ഹൈദരാബാദ് എയർപോർട്ട്. രാജീവ് ഹൈദരാബാദ് എയർപോർട്ട്. സവായ് മാൻസിംഗ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ജയ്പൂരാണ്. അത് പഠിക്കാനുള്ള കോഡാണ് സവായ് ജയ്പൂർ എയർപോർട്ട്. സവായ് ജയ്പൂർ എയർപോർട്ട്. കുഷോക് ബാക്കുല റിംപോച്ചെ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ലേയിലാണ്. ഇത് പഠിക്കാനുള്ള കോഡാണ് കുബാറിം ലേ എയർപോർട്ട്. കുബാറിം ലേ എയർപോർട്ട്. ഖാസി നസ്രുൽ ഇസ്ലാം എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ദുർഗാപൂരിലാണ്. പഠിക്കാനുള്ള കോഡാണ് ഖാസി ബംഗാൾ ദുർഗ എയർപോർട്ട്. ഖാസി ബംഗാൾ ദുർഗ എയർപോർട്ട്. പാക്യോങ് എയർപോർട്ട് സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് പഠിക്കാനുള്ള കോഡാണ് സിക്കിം പാക്യോങ് എയർപോർട്ട്. സിക്കിം പാക്യോങ് എയർപോർട്ട്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം ഏതാണ്? കുഷോക് ബാക്കുല റിംപോച്ചെ വിമാനത്താവളം. കുഷോക് ബാക്കുല റിംപോച്ചെ വിമാനത്താവളമാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം. പഠിക്കാനുള്ള കോഡാണ് ഉയരമുള്ള കുബാറിം ലേ എയർപോർട്ട്. ഉയരമുള്ള കുബാറിം ലേ എയർപോർട്ട്. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഏതാണ്? ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം. ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും നീളം കൂടിയ റൺവേയുള്ള വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും നീളം കൂടിയ റൺവേയുള്ള വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. കോഡ് ഇങ്ങനെയാണ്: ഡൽഹിയിലെ നീളമുള്ള റൺവേയുള്ള ഇന്ദിരാഗാന്ധി എയർപോർട്ട്. ഡൽഹിയിലെ നീളമുള്ള റൺവേയുള്ള ഇന്ദിരാഗാന്ധി എയർപോർട്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഏതാണ്? കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം. ബാംഗ്ലൂരിലെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം. കോഡ് ഇങ്ങനെയാണ്: ദക്ഷിണ തിരക്കുള്ള കെമ്പഗൌഡ ബാംഗ്ലൂർ എയർപോർട്ട്. ദക്ഷിണ തിരക്കുള്ള കെമ്പഗൌഡ ബാംഗ്ലൂർ എയർപോർട്ട്. കാർബൺ ന്യൂട്രൽ പദവി നേടിയ ഏഷ്യ പസഫിക് മേഖലയിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? കാർബൺ ന്യൂട്രൽ പദവി നേടിയ ഏഷ്യ പസഫിക് മേഖലയിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. കാർബൺ ന്യൂട്രൽ പദവി നേടിയ ഏഷ്യ പസഫിക് മേഖലയിലെ ആദ്യത്തെ വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. കോഡ് ഇങ്ങനെയാണ്: കാർബൺ ന്യൂട്രൽ ഇന്ദിരാഗാന്ധി എയർപോർട്ട്. കാർബൺ ന്യൂട്രൽ ഇന്ദിരാഗാന്ധി എയർപോർട്ട്. കാർബൺ ന്യൂട്രൽ പദവി നേടിയ ഏഷ്യ പസഫിക് മേഖലയിലെ രണ്ടാമത്തെ വിമാനത്താവളമാണ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം.
കാർബൺ ന്യൂട്രൽ പദവി നേടിയ ഏഷ്യ പസഫിക് മേഖലയിലെ രണ്ടാമത്തെ വിമാനത്താവളമാണ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ഹൈദരാബാദ്. കോഡ് ഇങ്ങനെയാണ്: രണ്ടാം കാർബൺ ന്യൂട്രൽ രാജീവ് ഹൈദരാബാദ് എയർപോർട്ട്. രണ്ടാം കാർബൺ ന്യൂട്രൽ രാജീവ് ഹൈദരാബാദ് എയർപോർട്ട്. ആദ്യ രാജ്യാന്തര സർവീസ് നടത്തിയ എയർ ഇന്ത്യയുടെ വിമാനത്തിന്റെ പേരെന്ത്? ആദ്യ രാജ്യാന്തര സർവീസ് നടത്തിയ എയർ ഇന്ത്യയുടെ വിമാനത്തിന്റെ പേരെന്ത്? മലബാർ പ്രസിഡന്റ്. ആദ്യ രാജ്യാന്തര സർവീസ് നടത്തിയ എയർ ഇന്ത്യയുടെ വിമാനത്തിന്റെ പേരാണ് മലബാർ പ്രസിഡന്റ്. ആദ്യ രാജ്യാന്തര സർവീസ് വിമാനം പറത്തിയ പൈലറ്റാണ് ക്യാപ്റ്റൻ KR ഗുസ്ദാർ. ആദ്യ രാജ്യാന്തര സർവീസ് വിമാനം പറത്തിയ പൈലറ്റാണ് ക്യാപ്റ്റൻ KR ഗുസ്ദാർ. കോഡ് ഇങ്ങനെയാണ്: മലബാർ പ്രസിഡന്റായ ക്യാപ്റ്റൻ KR ഗുസ്ദാറിന്റെ ആദ്യ എയർ ഇന്ത്യ നാഷണൽ സർവീസ്. മലബാർ പ്രസിഡന്റായ ക്യാപ്റ്റൻ KR ഗുസ്ദാറിന്റെ ആദ്യ എയർ ഇന്ത്യ നാഷണൽ സർവീസ്. ഇന്ത്യയിലെ ആദ്യത്തെ ചെലവ് കുറഞ്ഞ വിമാന കമ്പനി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ചെലവ് കുറഞ്ഞ വിമാന കമ്പനി ഏതാണ്? എയർ ഡെക്കാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ചെലവ് കുറഞ്ഞ വിമാന കമ്പനിയാണ് എയർ ഡെക്കാൻ. കോഡ് ഇങ്ങനെയാണ്: ചിലവ് കുറഞ്ഞ എയർ ഡെക്കാൻ വിമാന കമ്പനി. ചിലവ് കുറഞ്ഞ എയർ ഡെക്കാൻ വിമാന കമ്പനി. എയർ ഇന്ത്യയുടെ ചെലവ് കുറഞ്ഞ വിമാന സർവീസ് ഏതാണ്? എയർ ഇന്ത്യയുടെ ചെലവ് കുറഞ്ഞ വിമാന സർവീസ് ഏതാണ്? എയർ ഇന്ത്യ എക്സ്പ്രസ്. എയർ ഇന്ത്യയുടെ ചെലവ് കുറഞ്ഞ വിമാന സർവീസാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. ഇന്ത്യയിലെ ഏത് വിമാനത്താവളത്തിലാണ് ആദ്യമായി കളർ കോഡ്സ് മാപ്പ് വികസിപ്പിച്ചെടുത്തത്? ഇന്ത്യയിലെ ഏത് വിമാനത്താവളത്തിലാണ് ആദ്യമായി കളർ കോഡ്സ് മാപ്പ് വികസിപ്പിച്ചെടുത്തത്? സവായി മാൻസിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം. ജയ്പൂരിലെ സവായി മാൻസിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് കളർ കോഡ്സ് മാപ്പ് ആദ്യമായി വികസിപ്പിച്ചെടുത്തത്. ചരക്കു നീക്കം നടത്തുന്ന ഇന്ത്യയിലെ സ്വകാര്യ വിമാന കമ്പനി ഏതാണ്? ചരക്കു നീക്കം നടത്തുന്ന ഇന്ത്യയിലെ സ്വകാര്യ വിമാന കമ്പനി ഏതാണ്? ബ്ലൂ ഡാർട്ട് ഏവിയേഷൻ. ബ്ലൂ ഡാർട്ട് ഏവിയേഷൻ ആണ് ചരക്കു നീക്കം നടത്തുന്ന ഇന്ത്യയിലെ സ്വകാര്യ വിമാന കമ്പനി. കോഡ് ഇങ്ങനെയാണ്: ബ്ലൂ ഡാർട്ടിന്റെ ചരക്ക് വിമാനം. ബ്ലൂ ഡാർട്ടിന്റെ ചരക്ക് വിമാനം. അടുത്തതായി വിമാന കമ്പനികളും അവയുടെ ആപ്തവാക്യങ്ങളും നമുക്ക് നോക്കാം. എയർ ഇന്ത്യയുടെ ആപ്തവാക്യമാണ് യുവർ പാലസ് ഇൻ ദ സ്കൈ. എയർ ഇന്ത്യയുടെ ആപ്തവാക്യമാണ് യുവർ പാലസ് ഇൻ ദ സ്കൈ. ഇന്ത്യൻ്റെ ആപ്തവാക്യമാണ് ഫ്ലൈ സ്മാർട്ട് ഫ്ലൈ. ഇന്ത്യൻ്റെ ആപ്തവാക്യമാണ് ഫ്ലൈ സ്മാർട്ട് ഫ്ലൈ. ജെറ്റ് എയർവേസിൻ്റെ ആപ്തവാക്യമാണ് ദ ജോയ് ഓഫ് ഫ്ലൈയിങ്. ജെറ്റ് എയർവേസിൻ്റെ ആപ്തവാക്യമാണ് ദ ജോയ് ഓഫ് ഫ്ലൈയിങ്. എയർ ഡെക്കാൻ്റെ ആപ്തവാക്യമാണ് സിംപ്ലി ഫ്ലൈ. എയർ ഡെക്കാൻ്റെ ആപ്തവാക്യമാണ് സിംപ്ലി ഫ്ലൈ. എയർ ഏഷ്യയുടെ ആപ്തവാക്യമാണ് നൗ എവരിവൺ കാൻ ഫ്ലൈ. നൗ എവരിവൺ കാൻ ഫ്ലൈ. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ആപ്തവാക്യമാണ് സിംപ്ലി പ്രൈസ്ലെസ്. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ആപ്തവാക്യമാണ് സിംപ്ലി പ്രൈസ്ലെസ്. സ്പൈസ് ജെറ്റിൻ്റെ ആപ്തവാക്യമാണ് ഫ്ലൈയിങ് ഫോർ എവരി വൺ. സ്പൈസ് ജെറ്റിൻ്റെ ആപ്തവാക്യമാണ് ഫ്ലൈയിങ് ഫോർ എവരി വൺ. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരി ആരാണ്? പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരി ആരാണ്? ഊർമിള കെ പരീഖ്. ഊർമിള കെ പരീഖ് ആണ് പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരി. കോഡ് ഇങ്ങനെയാണ്: ആദ്യ ലൈസൻസ് പൈലറ്റുകാരി ഊർമിള. ആദ്യ ലൈസൻസ് പൈലറ്റുകാരി ഊർമിള. ഇന്ത്യയിലെ ആദ്യ വനിതാ പൈലറ്റ് ആര്? ഇന്ത്യയിലെ ആദ്യ വനിതാ പൈലറ്റ് ആരാണ്? ദുർബ ബാനർജി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പൈലറ്റാണ് ദുർബ ബാനർജി. കോഡ് ഇങ്ങനെയാണ്: ആദ്യ വനിതാ പൈലറ്റായ ദുർബ. ആദ്യ വനിതാ പൈലറ്റായ ദുർബ. ആദ്യത്തെ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റായ വ്യക്തി ആര്? ആദ്യത്തെ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റായ വ്യക്തി ആരാണ്? പ്രേം മാത്തൂർ. ആദ്യത്തെ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റാണ് പ്രേം മാത്തൂർ. കോഡ് ഇങ്ങനെയാണ്: ആദ്യ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റായ പ്രേം. ആദ്യ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റായ പ്രേം. യുദ്ധമുഖത്തേക്ക് വിമാനം പറത്തിയ ഇന്ത്യൻ വനിത ആരാണ്? യുദ്ധമുഖത്തേക്ക് വിമാനം പറത്തിയ ഇന്ത്യൻ വനിത ആരാണ്? ഗുജ്ജർ സക്സേന. ഗുജ്ജർ സക്സേനയാണ് യുദ്ധമുഖത്തേക്ക് വിമാനം പറത്തിയ ഇന്ത്യൻ വനിത. കോഡ് ഇങ്ങനെയാണ്: ഗുജ്ജർ യുദ്ധമുഖത്തേക്ക് വിമാനം പറത്തി. ഗുജ്ജർ യുദ്ധമുഖത്തേക്ക് വിമാനം പറത്തി. ഇന്ത്യൻ നേവിയിലെ ആദ്യത്തെ വനിതാ പൈലറ്റ് ആര്? ഇന്ത്യൻ നേവിയിലെ ആദ്യത്തെ വനിതാ പൈലറ്റ് ആര്? ശുഭാംഗി സ്വരൂപ്. ഇന്ത്യൻ നേവിയിലെ ആദ്യത്തെ വനിതാ പൈലറ്റാണ് ശുഭാംഗി സ്വരൂപ്. കോഡ് ഇങ്ങനെയാണ്: ആദ്യ നേവി പൈലറ്റായ ശുഭാംഗി. ആദ്യ നേവി പൈലറ്റായ ശുഭാംഗി. യുദ്ധവിമാനം ഒറ്റയ്ക്ക് പറത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? യുദ്ധവിമാനം ഒറ്റയ്ക്ക് പറത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? ആവണി ചതുർവേദി. യുദ്ധവിമാനം ഒറ്റയ്ക്ക് പറത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ആവണി ചതുർവേദി.
കോഡ് ഇങ്ങനെയാണ്: ആവണിയുടെ ഒറ്റക്കുള്ള യുദ്ധവിമാനം പറത്തൽ. ആവണിയുടെ ഒറ്റക്കുള്ള യുദ്ധവിമാനം പറത്തൽ. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന്റെ നിറമെന്ത്? വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറമെന്ത്? ഓറഞ്ച്. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന്റെ നിറം ഓറഞ്ച് ആണ്. കോഡ് ഇങ്ങനെയാണ്: ഓറഞ്ച് ബ്ലാക്ക് ബോക്സ്. ഓറഞ്ച് ബ്ലാക്ക് ബോക്സ്. ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത് ഡേവിഡ് വാറനാണ്. ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത് ഡേവിഡ് വാറനാണ്. കോഡ് ഇങ്ങനെയാണ്: വാറന്റെ ബ്ലാക്ക് ബോക്സ്. വാറന്റെ ബ്ലാക്ക് ബോക്സ്. ബ്ലാക്ക് ബോക്സിന്റെ മറ്റൊരു പേരാണ് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ. ബ്ലാക്ക് ബോക്സിന്റെ മറ്റൊരു പേരാണ് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ. കോഡ് ഇങ്ങനെയാണ്: FDR ബ്ലാക്ക് ബോക്സ്. FDR ബ്ലാക്ക് ബോക്സ്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് സമാനമായ കപ്പലിലെ ഉപകരണമാണ് VDR വോയേജ് ഡാറ്റ റെക്കോർഡർ. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് സമാനമായ കപ്പലിലെ ഉപകരണമാണ് വോയേജ് ഡാറ്റ റെക്കോർഡർ. കോഡ് ഇങ്ങനെയാണ്: VDR കപ്പൽ വിമാന ബ്ലാക്ക് ബോക്സ്. VDR കപ്പൽ വിമാന ബ്ലാക്ക് ബോക്സ്. വിമാനത്താവളങ്ങളുടെ പുതിയ പേരുകളാണ് അടുത്തതായി പറയാൻ പോകുന്നത്. പോർട്ട് ബ്ലെയർ വിമാനത്താവളത്തിന് പുതിയ പേരെന്ത്? പോർട്ട് ബ്ലെയർ വിമാനത്താവളത്തിന്റെ പുതിയ പേരെന്ത്? വീർ സവർക്കർ എയർപോർട്ട്. പോർട്ട് ബ്ലെയർ എയർപോർട്ടിന്റെ പുതിയ പേരാണ് വീർ സവർക്കർ എയർപോർട്ട്. ഡംഡം വിമാനത്താവളത്തിന്റെ പുതിയ പേരെന്ത്? ഡംഡം വിമാനത്താവളത്തിന്റെ പുതിയ പേരെന്ത്? സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം. ഡംഡം വിമാനത്താവളത്തിന്റെ പുതിയ പേരാണ് സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം. മുംബൈ എയർപോർട്ടിന്റെ പുതിയ പേരെന്ത്? മുംബൈ എയർപോർട്ടിന്റെ പുതിയ പേരെന്ത്? ജവഹർലാൽ നെഹ്റു എയർപോർട്ട്. മുംബൈ എയർപോർട്ടിന്റെ പുതിയ പേരാണ് ജവഹർലാൽ നെഹ്റു എയർപോർട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ട് ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ട് ഏതാണ്? രാജീവ് ഗാന്ധി എയർപോർട്ട്. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി എയർപോർട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ട്. കോഡ് ഇങ്ങനെയാണ്: ആദ്യ ഗ്രീൻഫീൽഡ് രാജീവ് എയർപോർട്ട്. ആദ്യ ഗ്രീൻഫീൽഡ് രാജീവ് എയർപോർട്ട്. വർദ്ധിച്ചു വരുന്ന ഗതാഗത ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യാനാവാതെ വരുമ്പോൾ അതിനു പകരം സ്ഥാപിക്കുന്ന വിമാനത്താവളങ്ങളാണ് ഗ്രീൻഫീൽഡ് എയർപോർട്ട്. വർദ്ധിച്ചു വരുന്ന ഗതാഗത ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യാനാവാതെ വരുമ്പോൾ അതിനു പകരം സ്ഥാപിക്കുന്ന വിമാനത്താവളങ്ങളാണ് ഗ്രീൻഫീൽഡ് എയർപോർട്ട്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ് പാക്യോങ് എയർപോർട്ട്. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ് പാക്യോങ് എയർപോർട്ട്. കോഡ് ഇങ്ങനെയാണ്: സിക്കിം പാക്യോങ് എയർപോർട്ട്. സിക്കിം പാക്യോങ് എയർപോർട്ട്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ് ഖാസി നസ്രുൽ ഇസ്ലാം. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ് ഖാസി നസ്രുൽ ഇസ്ലാം എയർപോർട്ട്, പശ്ചിമ ബംഗാൾ. കോഡ് ഇങ്ങനെയാണ്: കാസി ബംഗാൾ ദുർഗ എയർപോർട്ട്. കാസി ബംഗാൾ ദുർഗ എയർപോർട്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂർ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോസ്പേസ് സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോസ്പേസ് സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. കോഡ് ഇങ്ങനെയാണ്: ബാംഗ്ലൂരിലെ വലിയ എയ്റോസ്പേസ് ആയ ഹാൽ. ബാംഗ്ലൂരിലെ വലിയ എയ്റോസ്പേസ് ആയ ഹാൽ. വിമാനത്താവളങ്ങൾക്ക് കോഡ് നൽകുന്ന അന്താരാഷ്ട്ര ഏജൻസി ഏത്? വിമാനത്താവളങ്ങൾക്ക് കോഡ് നൽകുന്ന അന്താരാഷ്ട്ര ഏജൻസി ഏത്? അയാട്ട, ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. വിമാനത്താവളങ്ങൾക്ക് കോഡ് നൽകുന്ന അന്താരാഷ്ട്ര ഏജൻസിയാണ് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. കോഡ് ഇങ്ങനെയാണ്: അയാട്ടയുടെ കോഡുള്ള എയർപോർട്ട്. അയാട്ടയുടെ കോഡുള്ള എയർപോർട്ട്. അടുത്തതായി പൈലറ്റ് അക്കാഡമി ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കാം. ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് റായ്ബറേലിയിലാണ്. ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലാണ്. കോഡ് ഇങ്ങനെയാണ്: UP-യിലെ ഇഗ്രോ റായ്ബറേലി. UP-യിലെ ഇഗ്രോ റായ്ബറേലി. രാജീവ് ഗാന്ധി അക്കാഡമി ഫോർ ഏവിയേഷൻ ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. രാജീവ് ഗാന്ധി അക്കാഡമി ഫോർ ഏവിയേഷൻ ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. കോഡ് ഇങ്ങനെയാണ്: ട്രിവാൻഡ്രത്തെ റെജാർട്ട്. ട്രിവാൻഡ്രത്തെ റെജാർട്ട്. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. കോഡ് ഇങ്ങനെയാണ്: ബിക്കാസ് ന്യൂഡൽഹി. ബിക്കാസ് ന്യൂഡൽഹി. നാഷണൽ ഫ്ലൈയിങ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ഗോണ്ടിയയിലാണ്. നാഷണൽ ഫ്ലൈയിങ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ഗോണ്ടിയയിലാണ്. കോഡ് ഇങ്ങനെയാണ്: മഹാഗോണ്ടിയ നെഫ്റ്റി. മഹാഗോണ്ടിയ
നെഫ്റ്റി. അടുത്തതായിട്ട് കേരള വ്യോമഗതാഗതത്തെക്കുറിച്ച് നോക്കാം. കേരളത്തിലേക്ക് ആദ്യ വിമാന സർവീസ് നടത്തിയ വർഷമേത്? കേരളത്തിലേക്ക് ആദ്യ വിമാന സർവീസ് നടത്തിയ വർഷമേത്? 1935. 1935 കേരളത്തിലേക്ക് ആദ്യ വിമാന സർവീസ് നടത്തിയത്. കോഡ് ഇങ്ങനെയാണ്: 935 കേരള ആദ്യ വിമാന സർവീസ്. 935 കേരള ആദ്യ വിമാന സർവീസ്. കേരളത്തിൽ നിന്നുള്ള ആദ്യ വിമാന സർവീസ് എവിടേക്കായിരുന്നു? കേരളത്തിൽ നിന്നുള്ള ആദ്യ വിമാന സർവീസ് എവിടേക്കായിരുന്നു? തിരുവനന്തപുരം മുതൽ മുംബൈ വരെ. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വിമാന സർവീസ് തിരുവനന്തപുരം മുതൽ മുംബൈ വരെയായിരുന്നു. കോഡ് ഇങ്ങനെയാണ്: ആദ്യ തിരു-മുംബൈ സർവീസ്. ആദ്യ തിരു-മുംബൈ സർവീസ്. ഇന്ത്യയിൽ മെട്രോപൊളിറ്റൻ നഗരത്തിന് പുറത്ത് അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ വിമാനത്താവളം ഏത്? ഇന്ത്യയിൽ മെട്രോപൊളിറ്റൻ നഗരത്തിന് പുറത്ത് അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ വിമാനത്താവളം ഏത്? തിരുവനന്തപുരം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇന്ത്യയിൽ മെട്രോപൊളിറ്റൻ നഗരത്തിന് പുറത്ത് അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്ത്യയിലെ 5ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏത്? ഇന്ത്യയിലെ 5ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? തിരുവനന്തപുരം. ഇന്ത്യയിലെ 5ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് തിരുവനന്തപുരം. കോഡ് ഇങ്ങനെയാണ്: 5ാമത്തെ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്. 5ാമത്തെ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിന് നിർദ്ദേശിക്കപ്പെട്ട ആദ്യ പേരെന്തായിരുന്നു? തിരുവനന്തപുരം വിമാനത്താവളത്തിന് നിർദ്ദേശിക്കപ്പെട്ട ആദ്യത്തെ പേരെന്തായിരുന്നു? VK കൃഷ്ണമേനോൻ വിമാനത്താവളം. തിരുവനന്തപുരം വിമാനത്താവളത്തിന് നിർദ്ദേശിക്കപ്പെട്ട ആദ്യത്തെ പേരായിരുന്നു VK കൃഷ്ണമേനോൻ വിമാനത്താവളം. കോഡ് ഇങ്ങനെയാണ്: ട്രിവാൻഡ്രം VK എയർപോർട്ട്. ട്രിവാൻഡ്രം VK എയർപോർട്ട്. പാരിസ്ഥിതിക ഗുണമേന്മയ്ക്കുള്ള ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. പാരിസ്ഥിതിക ഗുണമേന്മയ്ക്കുള്ള ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. 1991 അന്തർദേശീയ വിമാനത്താവളം എന്ന പദവി ലഭിച്ചു. 1991 അന്തർദേശീയ വിമാനത്താവളം എന്ന പദവി ലഭിച്ചു. കോഡ് ഇങ്ങനെയാണ്: 991 ട്രിവാൻഡ്രം ISO ഇന്റർനാഷണൽ എയർപോർട്ട്. 991 ട്രിവാൻഡ്രം ISO ഇന്റർനാഷണൽ എയർപോർട്ട്. കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ എണ്ണം എത്രയാണ്? 4. തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കരിപ്പൂർ, കണ്ണൂർ എന്നിവ. കേരളത്തിൽ പ്രധാനമായും 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണുള്ളത്. കോഡ് ഇങ്ങനെയാണ്: 4 TNKK ഇന്റർനാഷണൽ എയർപോർട്ട്. 4 TNKK ഇന്റർനാഷണൽ എയർപോർട്ട്. പൊതു സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? പൊതു സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? നെടുമ്പാശ്ശേരി. പൊതു സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ മറ്റൊരു പേരാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ മറ്റൊരു പേരാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്, സിയാൽ. കോഡ് ഇങ്ങനെയാണ്: ആദ്യ പൊതു സ്വകാര്യ സിയാൽ നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ട്. ആദ്യ പൊതു സ്വകാര്യ സിയാൽ നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ട്. സിയാലിന്റെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ കേരള മുഖ്യമന്ത്രിയാണ്. സിയാലിന്റെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ കേരള മുഖ്യമന്ത്രിയാണ്. കോഡ് ഇങ്ങനെയാണ്: സിയാൽ ഡയറക്ടർ സിയാം. സിയാൽ ഡയറക്ടർ സിയാം. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ എയർപോർട്ടാണ് സിയാൽ. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ എയർപോർട്ടാണ് സിയാൽ. 12 മെഗാവാട്ട് സോളാർ പവർ പ്രൊജക്ട് നിലവിൽ വന്ന കേരളത്തിലെ എയർപോർട്ടാണ് സിയാൽ. 12 മെഗാവാട്ട് സോളാർ പവർ പ്രൊജക്ട് നിലവിൽ വന്ന കേരളത്തിലെ എയർപോർട്ടാണ് സിയാൽ. കോഡ് ഇങ്ങനെയാണ്: സൗരോർജ്ജ സിയാൽ എയർപോർട്ട്. സൗരോർജ്ജ സിയാൽ എയർപോർട്ട്. എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിലല്ലാത്ത ഇന്ത്യയിലെ ഏക വിമാനത്താവളമാണ് കൊച്ചി. എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിലല്ലാത്ത ഇന്ത്യയിലെ ഏക വിമാനത്താവളമാണ് കൊച്ചി. ഇന്ത്യൻ പ്രതിരോധ വകുപ്പിന് കീഴിലാണ് കൊച്ചി എയർപോർട്ട് പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ പ്രതിരോധ വകുപ്പിന് കീഴിലാണ് കൊച്ചി എയർപോർട്ട് പ്രവർത്തിക്കുന്നത്. കോഡ് ഇങ്ങനെയാണ്: പ്രതിരോധ വകുപ്പ് സിയാൽ. പ്രതിരോധ വകുപ്പ് സിയാൽ. കണ്ണൂർ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമേത്? കണ്ണൂർ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമേത്? മൂർക്കംപറമ്പ്. വട്ടന്നൂരിനടുത്തുള്ള മൂർക്കൻ പറമ്പിലാണ് കണ്ണൂർ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ നിർമ്മാണ ചുമതല വഹിക്കുന്ന കമ്പനിയാണ്
കിൻഫ്ര. കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ നിർമ്മാണ ചുമതല വഹിക്കുന്ന കമ്പനിയാണ് കിൻഫ്ര. കോഡ് ഇങ്ങനെയാണ്: മൂർഖൻ പറമ്പിലെ കിൻഫ്രയുടെ കണ്ണൂർ എയർപോർട്ട്. മൂർഖൻ പറമ്പിലെ കിൻഫ്രയുടെ കണ്ണൂർ എയർപോർട്ട്. കിയാൽ കണ്ണൂർ എയർപോർട്ട്. കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. സിയാൽ നെടുമ്പാശ്ശേരി എയർപോർട്ട്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. അടുത്തതായി പഠിച്ച എല്ലാ കാര്യങ്ങളും കോഡുകളിലൂടെ നമുക്കൊന്ന് ഓർത്തെടുക്കാം. വ്യോമ എയർമെയിൽ 911. വ്യോമ എയർമെയിൽ 911. ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ച വർഷമാണ് 1911. ഇന്ത്യയിൽ ആദ്യമായി എയർമെയിൽ ആരംഭിച്ച വർഷവുമാണ് 1911. ദേശീയ വിമാന കമ്പനിയായ ഇമ്പീരിയൽ ഇന്ത്യ 1927 ആദ്യ ഇന്ത്യൻ സർവീസ്. ദേശീയ വിമാന കമ്പനിയായ ഇമ്പീരിയൽ ഇന്ത്യ 1927 ആദ്യ ഇന്ത്യൻ സർവീസ്. ഇന്ത്യയിലേക്ക് ആദ്യമായി സർവീസ് നടത്തിയ വിമാന കമ്പനിയാണ് ഇമ്പീരിയൽ എയർവേസ്. സർവീസ് നടത്തിയ വർഷമാണ് 1927. ലോകത്തിലെ ആദ്യത്തെ ദേശീയ വിമാന കമ്പനിയാണ് ഇമ്പീരിയൽ എയർവേസ്. ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര സർവീസ് നടത്തിയ കമ്പനിയാണ് ഇമ്പീരിയൽ എയർവേസ്. കറാച്ചി മുതൽ ഡൽഹി വരെയാണ് സർവീസ് നടത്തിയത്. 1953 വ്യോമ ദേശസാൽക്കരണം. 1953 വ്യോമ ദേശസാൽക്കരണം. ഇന്ത്യൻ വ്യോമയാന മേഖല ദേശസാൽക്കരിച്ച വർഷമാണ് 1953 ഓഗസ്റ്റ് 1. 1948 ദേശീയ വിമാനമായ എയർ ഇന്ത്യ. 1948 ദേശീയ വിമാനമായ എയർ ഇന്ത്യ. എയർ ഇന്ത്യ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് നിലവിൽ വന്നത് 1948 മാർച്ച് 8-നാണ്. എയർ ഇന്ത്യ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് നിലവിൽ വന്നത് 1948 മാർച്ച് 8-നാണ്. 2007 നാസിൽ. ഇന്ത്യയുടെ ദേശീയ വിമാന കമ്പനികളാണ് ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യയും. എയർ ഇന്ത്യയുടെ ആദ്യത്തെ അന്താരാഷ്ട്ര സർവീസ് ബോംബെ മുതൽ ലണ്ടൻ വരെയായിരുന്നു. 2007 ഓഗസ്റ്റ് 1 എയർ ഇന്ത്യയും ഇന്ത്യനും കൂടി ചേർന്ന് നാഷണൽ ഏവിയേഷൻ കമ്പനി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആയി മാറി. എയർ ഇന്ത്യ നാസിൽ ബ്രാൻഡ്. എയർ ഇന്ത്യ നാസിൽ ബ്രാൻഡ്. നാഷണൽ ഏവിയേഷൻ കമ്പനിയുടെ ബ്രാൻഡ് നെയിമാണ് എയർ ഇന്ത്യ. നാഷണൽ ഏവിയേഷൻ കമ്പനിയുടെ ബ്രാൻഡ് നെയിമാണ് എയർ ഇന്ത്യ. നാസിലിൻ്റെ കൊണാർക്കിലെ ചക്രാരയന്നം. നാസിലിൻ്റെ കൊണാർക്കിലെ ചക്രാരയന്നം. നാഷണൽ ഏവിയേഷൻ കമ്പനിയുടെ ഔദ്യോഗിക ചിഹ്നമാണ് കൊണാർക്കിലെ ചക്രം ആലേഖനം ചെയ്ത് പറക്കുന്ന അരയന്നം. പഴയ മഹാരാജ എയർ ഇന്ത്യ ചിഹ്നം. എയർ ഇന്ത്യയുടെ പഴയ ചിഹ്നമാണ് മഹാരാജ. നാസിലിൻ്റെ ഡൽഹി രജിസ്ട്രേഡ് ഓഫീസും മുംബൈ ആസ്ഥാനവും. നാഷണൽ ഏവിയേഷൻ കമ്പനിയുടെ രജിസ്ട്രേഡ് ഓഫീസ് ന്യൂഡൽഹിയിലും കോർപ്പറേറ്റ് ആസ്ഥാനം മുംബൈയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. വ്യോമപിതാവായ JRD ടാറ്റ, ടാറ്റ എയർലൈൻസിൻ്റെ ആദ്യ പൈലറ്റും എയർ ഇന്ത്യയുടെ ആദ്യ ചെയർമാനും. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് JRD ടാറ്റ. ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവാണ് JRD ടാറ്റ. ഇന്ത്യയിലെ ആദ്യ വിമാന കമ്പനിയാണ് ടാറ്റ എയർലൈൻസ്. ടാറ്റ എയർലൈൻസ് സ്ഥാപിച്ച വ്യക്തിയാണ് JRD ടാറ്റ. ടാറ്റ എയർലൈൻസിൻ്റെ ആദ്യ സർവീസ് കറാച്ചി മുതൽ ചെന്നൈ വരെ. ആദ്യ സർവീസിൽ വിമാനം പറത്തിയ വ്യക്തിയാണ് JRD ടാറ്റ. എയർ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ആദ്യ ചെയർമാനും കൂടിയാണ് JRD ടാറ്റ. ആദ്യ സ്വകാര്യ ഇ-വേ എയർലൈൻസ്. ദേശീയാടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയ ആദ്യ സ്വകാര്യ വിമാന കമ്പനിയാണ് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്. 1990 ഓപ്പൺ സ്കൈസ് നയത്തിൻ്റെ സ്വകാര്യ ഇ-വേ എയർലൈൻസ്. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് രൂപീകരിക്കാൻ കാരണമായ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നയമാണ് ഓപ്പൺ സ്കൈസ്. നിലവിൽ വന്ന വർഷമാണ് 1990. കൊച്ചി ആസ്ഥാനമായ ഇന്ത്യൻ 1953 എയർ കോർപ്പറേഷൻ ആക്ടിലൂടെ തുടങ്ങി. ഇന്ത്യൻ എയർലൈൻസ് നിലവിൽ വന്ന വർഷമാണ് 1953 ഓഗസ്റ്റ് 1. ഇന്ത്യൻ എയർലൈൻസിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ്. ഇന്ത്യൻ എയർലൈൻസിൻ്റെ അനുബന്ധ സ്ഥാപനമാണ് അലയൻസ് എയർ. ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഇപ്പോഴത്തെ പേരാണ് ഇന്ത്യൻ. 1995 ന്യൂഡൽഹിയിൽ രാജീവ് ഗാന്ധി ഭവൻ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം രാജീവ് ഗാന്ധി ഭവനാണ്. രാജീവ് ഗാന്ധി ഭവൻ രൂപീകൃതമായ വർഷമാണ് 1995 ഏപ്രിൽ 1. ISROയുടെ ഗഗൻ നാവിഗേഷൻ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും ISROയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത നാവിഗേഷൻ സിസ്റ്റമാണ് ഗഗൻ. 1993 സ്വകാര്യ ജെറ്റ് എയർവേസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ എയർലൈൻസ് ആണ് ജെറ്റ് എയർവേസ്. രൂപീകരിച്ച വർഷമാണ് 1993. ഉയരമുള്ള കുബാറിംലെ എയർപോർട്ട്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളമാണ് കുഷോക് ബാക്കുല റിംപോഷെ വിമാനത്താവളം.
ഡൽഹിയിലെ നീളമുള്ള റൺവേയുള്ള ഇന്ദിരാഗാന്ധി എയർപോർട്ട്. ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും നീളം കൂടിയ റൺവേയുള്ള വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ദക്ഷിണ തിരക്കുള്ള കെമ്പഗൌഡ ബാംഗ്ലൂർ എയർപോർട്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം. കാർബൺ ന്യൂട്രൽ ഇന്ദിരാഗാന്ധി എയർപോർട്ട്. കാർബൺ ന്യൂട്രൽ പതിവ് നേടിയ ഏഷ്യ പസഫിക് മേഖലയിലെ ആദ്യത്തെ വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. രണ്ടാം കാർബൺ ന്യൂട്രൽ രാജീവ് ഹൈദരാബാദ് എയർപോർട്ട്. കാർബൺ ന്യൂട്രൽ പതിവ് നേടിയ ഏഷ്യ പസഫിക് മേഖലയിലെ രണ്ടാമത്തെ വിമാനത്താവളമാണ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ഹൈദരാബാദ്. മലബാർ പ്രസിഡന്റായ ക്യാപ്റ്റൻ KR ഗുസ്താറിന്റെ ആദ്യ എയർ ഇന്ത്യ നാഷണൽ സർവീസ്. ആദ്യ രാജ്യാന്തര സർവീസ് നടത്തിയ എയർ ഇന്ത്യയുടെ വിമാനത്തിന്റെ പേരാണ് മലബാർ പ്രസിഡന്റ്. ആദ്യ രാജ്യാന്തര സർവീസ് വിമാനം പറത്തിയ വ്യക്തിയാണ് ക്യാപ്റ്റൻ KR ഗുസ്താർ. ചിലവ് കുറഞ്ഞ എയർ ഡെക്കാൻ വിമാന കമ്പനി. ഇന്ത്യയിലെ ആദ്യത്തെ ചെലവ് കുറഞ്ഞ വിമാന കമ്പനിയാണ് എയർ ഡെക്കാൻ. ബ്ലൂ ഡാർട്ടിന്റെ ചരക്ക് വിമാനം. ചരക്കു നീക്കം നടത്തുന്ന ഇന്ത്യയിലെ സ്വകാര്യ വിമാന കമ്പനിയാണ് ബ്ലൂ ഡാർട്ട് ഏവിയേഷൻ. ആദ്യ ലൈസൻസ് പൈലറ്റുകാരി ഊർമിള. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് ഊർമിള K പരീഖ്. ആദ്യ വനിതാ പൈലറ്റായ ദുർബ. ഇന്ത്യയിലെ ആദ്യ വനിതാ പൈലറ്റാണ് ദുർബ ബാനർജി. ആദ്യ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റായ പ്രേം. ആദ്യത്തെ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റാണ് പ്രേം മാത്തൂർ. ഗുജ്ജർ യുദ്ധമുഖത്തേക്ക് വിമാനം പറത്തി. യുദ്ധമുഖത്തേക്ക് വിമാനം പറത്തിയ ഇന്ത്യൻ വനിതയാണ് ഗുജ്ജർ സക്സേന. ആദ്യ നേവി പൈലറ്റായ ശുഭാംഗി. ഇന്ത്യൻ നേവിയിലെ ആദ്യത്തെ വനിതാ പൈലറ്റാണ് ശുഭാംഗി സ്വരൂപ്. ആവണിയുടെ ഒറ്റയ്ക്കുള്ള വിമാനം പറത്തൽ. യുദ്ധവിമാനം ഒറ്റയ്ക്ക് പറത്തിയ ഇന്ത്യൻ വനിതയാണ് ആവണി ചതുർവേദി. ഓറഞ്ച് ബ്ലാക്ക് ബോക്സ്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം ഓറഞ്ച് ആണ്. വാറന്റെ ബ്ലാക്ക് ബോക്സ്. ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ഡേവിഡ് വാറൻ. FDR ബ്ലാക്ക് ബോക്സ്. ബ്ലാക്ക് ബോക്സിന്റെ മറ്റൊരു പേരാണ് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ. VDR കപ്പൽ വിമാന ബ്ലാക്ക് ബോക്സ്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് സമാനമായ കപ്പലിലെ ഉപകരണമാണ് VDR വോയാജ് ഡാറ്റ റെക്കോർഡർ. ആദ്യ ഗ്രീൻഫീൽഡ് രാജീവ് എയർപോർട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ് രാജീവ് ഗാന്ധി എയർപോർട്ട്, ഹൈദരാബാദ്. സിക്കിം പാക്യോങ് എയർപോർട്ട്. വടക്കിഴക്കൻ ഇന്ത്യയിലെ ആദ്യ ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ് പാക്യോങ് എയർപോർട്ട്. ഖാസി ബംഗാൾ ദുർഗ എയർപോർട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ് ഖാസി നസറുൽ ഇസ്ലാം എയർപോർട്ട്, ദുർഗാപൂർ, പശ്ചിമ ബംഗാൾ. ബാംഗ്ലൂരിലെ വലിയ എയറോസ്പേസായ ഹാൽ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ആസ്ഥാനമാണ് ബാംഗ്ലൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയറോസ്പേസ് സ്ഥാപനം കൂടിയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. അയാട്ടയുടെ കോഡുള്ള എയർപോർട്ട്. വിമാനത്താവളങ്ങൾക്ക് കോഡ് നൽകുന്ന അന്താരാഷ്ട്ര ഏജൻസിയാണ് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. UPയിലെ ഇഗ്രോ റായ്ബറേലി. ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉറാൻ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലാണ്. ട്രിവാൻഡ്രത്തെ റജാർട്ട്. രാജീവ് ഗാന്ധി അക്കാദമി ഫോർ ഏവിയേഷൻ ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ബികാസ് ന്യൂഡൽഹി. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. മഹാഗോണ്ടിയ നെഫ്റ്റി. ഇന്റർനാഷണൽ ഫ്ലൈയിങ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ഗോണ്ടിയയിലാണ്. 1935 കേരള ആദ്യ വിമാന സർവീസ്. കേരളത്തിലേക്ക് ആദ്യത്തെ വിമാന സർവീസ് നടത്തിയ വർഷമാണ് 1935. ആദ്യ തിരു-മുംബൈ സർവീസ്. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വിമാന സർവീസാണ് തിരുവനന്തപുരം മുതൽ മുംബൈ വരെ. 5ാമത്തെ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്. ഇന്ത്യയിലെ 5ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട്. ട്രിവാൻഡ്രം VK എയർപോർട്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിന് നിർദ്ദേശിക്കപ്പെട്ട ആദ്യത്തെ പേരായിരുന്നു VK കൃഷ്ണമേനോൻ വിമാനത്താവളം. 1991 ട്രിവാൻഡ്രം ISO ഇന്റർനാഷണൽ എയർപോർട്ട്. പാരിസ്ഥിതിക ഗുണമേന്മയ്ക്കുള്ള ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. 1991 അന്തർദേശീയ വിമാനത്താവളം എന്ന പദവി ലഭിച്ചത്.
4 TNKK ഇന്റർനാഷണൽ എയർപോർട്ട്. കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ എണ്ണമാണ് 4. തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കരിപ്പൂർ, കണ്ണൂർ എന്നിവയാണ് 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ. ആദ്യ പൊതു സ്വകാര്യ സിയാൽ നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ട്. പൊതു സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ മറ്റൊരു പേരാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്, സിയാൽ എന്ന് അറിയപ്പെടുന്നു. സിയാൽ ഡയറക്ടർ സിയാം. സിയാലിൻ്റെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ കേരള മുഖ്യമന്ത്രിയാണ്. സൗരോർജ്ജ സിയാൽ എയർപോർട്ട്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ എയർപോർട്ടാണ് സിയാൽ. 12 മെഗാവാട്ട് സോളാർ പവർ പ്രൊജക്റ്റ് നിലവിൽ വന്ന കേരളത്തിലെ എയർപോർട്ടാണ് സിയാൽ. പ്രതിരോധ വകുപ്പ് സിയാൽ. എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിലല്ലാത്ത ഇന്ത്യയിലെ ഏക വിമാനത്താവളമാണ് കൊച്ചി ഇന്റർനാഷണൽ വിമാനത്താവളം. ഇന്ത്യൻ പ്രതിരോധ വകുപ്പിന്റെ കീഴിലാണ് കൊച്ചി എയർപോർട്ട് പ്രവർത്തിക്കുന്നത്. മൂർക്കൻ പറമ്പിലെ കിൻഫ്രയുടെ കണ്ണൂർ എയർപോർട്ട്. കണ്ണൂർ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് മൂർക്കൻ പറമ്പിലാണ്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ നിർമ്മാണ ചുമതല വഹിക്കുന്ന കമ്പനിയാണ് കിൻഫ്ര. അടുത്തതായി ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾ നോക്കാം. VS സാവർക്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് പോർട്ട് ബ്ലെയറിലാണ്. കോഡ് ഇങ്ങനെയായിരുന്നു VS പോർട്ട് ബ്ലെയർ. സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലെ ഡംഡമിലാണ്. അത് പഠിക്കാനുള്ള കോഡാണ് ബംഗാളിലെ സുഭാഷിൻ്റെ ഡംഡം എയർപോർട്ട്. ബംഗാളിലെ സുഭാഷിൻ്റെ ഡംഡം എയർപോർട്ട്. ജവഹർലാൽ നെഹ്റു എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. നെഹ്റു മുംബൈ എയർപോർട്ട് എന്നായിരുന്നു കോഡ് പറഞ്ഞത്. ഇന്ദിരാഗാന്ധി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. കോഡ് ഇങ്ങനെയായിരുന്നു ഡൽഹി ഇന്ദിര എയർപോർട്ട്. കെംപഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. കോഡ് ഇങ്ങനെയാണ് കെംപഗൌഡ ബാംഗ്ലൂർ എയർപോർട്ട്. രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. കോഡ് ഇങ്ങനെയാണ് രാജീവ് ഹൈദരാബാദ് എയർപോർട്ട്. സവായി മാൻസിംഗ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ജയ്പൂരിലാണ്. കോഡ് ഇങ്ങനെയാണ് സവായി ജയ്പൂർ എയർപോർട്ട്. കുഷോക് ബാക്കുല റിംപോഷെ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ലേയിലാണ്. കുബാറി ലേ എയർപോർട്ട് എന്നാണ് കോഡ്. ഖാസി നസ്രുൽ ഇസ്ലാം എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ദുർഗാപൂരിലാണ്. ഖാസി ബംഗാൾ ദുർഗ എയർപോർട്ട് എന്നാണ് കോഡ്. പാക്യോങ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. കോഡ് ഇങ്ങനെയായിരുന്നു സിക്കിം പാക്യോങ് എയർപോർട്ട്. പ്രധാനപ്പെട്ട വിമാന കമ്പനികളുടെ ആപ്തവാക്യങ്ങൾ നോക്കാം. എയർ ഇന്ത്യയുടെ ആപ്തവാക്യം യുവർ പാലസ് ഇൻ ദ സ്കൈ. ഇന്ത്യൻ്റെ ആപ്തവാക്യം ഫ്ലൈ സ്മാർട്ട് ഫ്ലൈ. ജെറ്റ് എയർവേസിന്റെ ആപ്തവാക്യം ദി ജോയ് ഓഫ് ഫ്ലൈയിങ്. എയർ ഡെക്കാന്റെ ആപ്തവാക്യം സിംപ്ലി ഫ്ലൈ. എയർ ഏഷ്യയുടെ ആപ്തവാക്യം നൗ എവറി വൺ ക്യാൻ ഫ്ലൈ. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആപ്തവാക്യം സിംപ്ലി പ്രൈസ്ലെസ്. സ്പൈസ് ജെറ്റിന്റെ ആപ്തവാക്യം ഫ്ലൈയിങ് ഫോർ എവറി വൺ. ഇന്ത്യൻ വ്യോമഗതാഗതവുമായി ബന്ധപ്പെട്ട PSC പരീക്ഷകൾ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പരിചയപ്പെട്ടത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനലിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. അടുത്തൊരു ക്ലാസ്സുമായി കാണുന്നവരേക്കും എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.